ഞാൻ പറഞ്ഞു ഞാനാണ് ജയൻ്റെ മകൻ, ഏതോനാണ് എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ. അങ്ങനെയാണ് ഞാൻ പിന്നെ രംഗത്ത് വന്നത്. ഞാൻ ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമാ നടനാവുന്നത്. ആദിത്യൻ എന്ന് പറഞ്ഞ ജനിച്ചതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ആദിത്യൻ്റെ ജന്മം കണ്ടും 40-ാം ദിവസം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആ പയ്യൻ്റെ ജനനത്തോടു കൂടിയാണ് ആ കുടുംബം നശിക്കുന്നത്. ഇവിടെ പിന്നെ അച്ഛനെ കണ്ട ഓർമ്മയൊക്കെ ഉണ്ട്, അച്ഛൻ മടിയിലിരുത്തിയതും അങ്ങനൊന്നും ഓർമ്മയില്ല. അതൊന്നും ഓർമ്മയില്ല. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. 2 വയസ്സ് വരെ അച്ഛൻ്റെ വീട്ടിൽ വളർന്നിട്ടുള്ളൂ. 2 വയസ്സ് വരെ നമുക്കൊന്നും ഓർമ്മയില്ല. പിന്നെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ മരണശേഷമാണ് നിങ്ങളെ അല്ലല്ല ഈ 2 വയസ്സ് ഞാൻ ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമാ നടനാവുന്നത്. ആദിത്യൻ എന്ന് പറഞ്ഞ ജനിച്ചതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. ആദിത്യൻ്റെ ജന്മം കണ്ടും 40-ാം ദിവസം എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ആ പയ്യൻ്റെ ജനനത്തോടു കൂടിയാണ് ആ കുടുംബം നശിക്കുന്നത്. പൊന്നച്ഛൻ വീട് എന്ന് പറഞ്ഞാൽ കുടുംബം നശിക്കുന്നത്. അപ്പം ഞാൻ ജനിച്ചതിന് ശേഷമാണ് ഞാനും കണ്ണൻ നായർ ആദിത്യൻ്റെ ചേട്ടൻ, ഞങ്ങൾ 2 ആ വീട്ടിൽ ജനിച്ചിട്ട് ഐശ്വര്യമായിരുന്നു. ഞാൻ ജനിച്ചതിന് ശേഷമാണ് അദ്ദേഹം സിനിമാ നടനാവുന്നത്. സിനിമാ നടനായി കഴിഞ്ഞ സിനിമാ നടന്റെ മുന്നേ നേവിയിൽ ഒക്കെ ആയിരുന്നു, നേവി ഉദ്യോഗസ്ഥനാണ്. സിനിമാ നടനായപ്പോഴത്തേക്ക് പിന്നെ പല ആൾക്കാരും വരാം, ബന്ധുക്കൾ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും അമ്മയും അവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു രീതിയാണ്. അപ്പം ബേബി എന്ന് ബേബി എന്ന് വിളിക്കുന്നത്, ബേബിമോൻ ചെല്ലപ്പേര. ബേബിക്ക് സിനിമയിൽ വലിയൊരു ഭാവിയുണ്ട്. അല്ല ശരിക്ക് ബേബി ജയന്നല്ലോ, കൊട്ടാരത്തിൽ ബേബി എന്നാണ് ചെല്ലപ്പേര്. കൃഷ്ണൻ നായർ എന്നാണ് യഥാർത്ഥ പേര്. പുള്ളി ജനിച്ചത് കൊല്ലം കൊട്ടാരത്തിലാണ്. അവിടെയാണ് ജനിച്ചു വീണത്. അപ്പം അതുകൊണ്ട് കൊട്ടാരത്തിൽ ബേബി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ചെല്ലപ്പേര് വിളിക്കുന്നത്. എല്ലാവരും ബേബി എണ്ണ ബേബി എന്നൊക്കെ വിളിക്കുന്നത്. കൃഷ്ണ ബേബി സിനിമയിൽ വരും ജയനായി, കൃഷ്ണൻ നായർ യഥാർത്ഥ ഒഫീഷ്യൽ നെയിം കൃഷ്ണൻ നായർ എന്നാണ്. അപ്പം അദ്ദേഹം സിനിമാ നടനായി കഴിഞ്ഞപ്പോൾ പിന്നെ ബന്ധുക്കളായി, സ്വാഭാവികം ബന്ധുക്കളൊക്കെ വരും. പക്ഷെ ആ വന്ന ബന്ധുക്കൾ ഇപ്പോഴീ നാറിത്തരം കാണിക്കുന്ന അതേ പുസ്തകത്തിൽ അവൻ്റെയൊക്കെ മുൻ തലമുറക്കാരന്മാരായ ബന്ധുക്കൾ അവരൊക്കെ വന്നേ വെച്ച് അമ്മയെ അവിടെ നിന്ന് ഇറക്കാനുള്ള ഐഡിയ. കാര്യം ഇങ്ങനെ കല്യാണം കഴിക്കാതൊക്കെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ മകനും ഭാര്യയെ കൊണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പേര് ദോഷം സിനിമയിലെ ഭാവിയെ ബാധിക്കും. ബേബിക്ക് നല്ല സിനിമ അഭിനയ ശൈലി ഇതൊക്കെ ഉണ്ട്. വരുന്ന ടൈമാണ്. അപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്യും, വിഷമിക്കണ്ട, ഞാനങ്ങ് ഒഴിഞ്ഞു തരാം, എന്റെ മോനെ കൊണ്ട് ഞാനങ്ങ് പോയിക്കോളാം. ബേബി മോന്റെ അമ്മ വിളിക്കുന്ന ബേബി മോനാ. അമ്മയുടെ ഒരു മോനെ ഉള്ളൂ, അല്ല 2 മക്കളില്ലേ? ഒന്ന് മൂത്താൾ, ആദ്യത്തെ കല്യാണത്തിൽ പിന്നെ ഞാനുണ്ട്. അമ്മ അച്ഛനെ കടി 2 വയസ്സിന് മൂപ്പ, എൻ്റെ അമ്മയാ മൂപ്പ്. അപ്പൊ ബേബി മോനെ വിളിക്കുന്നത്. ബേബി മോന്റെ സിനിമാ ഭാവിയാണ് നിങ്ങൾക്ക് വിഷയമെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് മാറിത്തരാം. അങ്ങനെ എൻ്റെ അമ്മ അവിടെ നിന്ന് മാറിയതാണ്. അച്ഛൻ മരിക്കുമ്പോൾ ഇപ്പോൾ 3-ാം ക്ലാസ് പഠിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ സ്കൂളിലൊക്കെ ചേർത്തുമ്പോൾ നമ്മളെ സ്കൂളിൽ ചേർത്തുമ്പോൾ അമ്മയുടെ ഈ അച്ഛൻ വീട്ടുകാർ എന്നെ പിടിച്ചോണ്ട് പോകും എന്ന് പേടിച്ച്. ആ കാര്യം ക്രിമിനൽ ടീമാണ്. അപ്പൊ അച്ഛൻ്റെ പേര് സ്കൂളിൽ അമ്മ ചേർത്തില്ല. അമ്മ കാണിച്ചൊരു മണ്ടത്തരം. അയ്യോ, കൃഷ്ണൻ നായർ പേടിച്ച കാര്യം എന്നെ പിടിച്ചു കൊണ്ടുപോകും എന്നുള്ള, അവരുടെ ബന്ധുക്കൾ കൊണ്ടുപോയി കൊല്ലും എന്നുള്ളൊരു പേടി കൊണ്ട് അമ്മ അവിടെ അമ്മയുടെ ഭർത്താവിൻ്റെ പേര് വെച്ച് തുടങ്ങി. മാത്രമല്ല ഈ അമ്മ എന്നെ പ്രസവിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ്. ഭാരതീയമ്മയുടെ അടുത്ത് നിന്നാണ് പ്രസവിക്കാൻ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ESI കാർഡ് ഉണ്ടായിരുന്നു. ESI കാർഡിനകത്ത് ഭർത്താവിൻ്റെ പേര് കിടക്കുന്നത് രാമകൃഷ്ണാചാര്യാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം ഒരു കമലാക്ഷി എന്ന് പറഞ്ഞ സ്ത്രീയായിട്ടാണ് പോയത്. ഭാരതീയമ്മയ്ക്ക് ഈ കാലിന് ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അവർക്ക് വരാൻ പറ്റുന്നുണ്ട്. ഭാരതീയമ്മ പോയില്ല, അമ്മമ്മ പോയില്ല. ഈ അടുത്തുള്ളൊരു വീട്ടിലെ കമലാക്ഷി എന്ന് പറഞ്ഞ ചേച്ചിയും കൊണ്ടാണ് അമ്മയെ ഹോസ്പിറ്റലിൽ വിടുന്നത്. പണ്ടത്തെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് പോയി പ്രസവിക്കുമല്ലോ. അങ്ങനെ അമ്മ അവിടെ ചെന്ന് പ്രസവിക്കാൻ നേരെ അങ്ങ് ലേബർ റൂമിലോട്ട് പോകുമായിരുന്നു. അപ്പം ഈ തങ്കമ്മയുടെ ആളാരാന്ന് അവിടെ സിസ്റ്റർ പേരെഴുതാനായിട്ട് ചോദിച്ചപ്പം ഈ കമലാക്ഷി എന്ന് പറഞ്ഞ സ്ത്രീ പറഞ്ഞു തങ്കമ്മ എന്നാ പേര്. അഡ്രസ്സ് ചോദിച്ചപ്പോഴത്തേക്ക് അറിയാൻ വയ്യ. അപ്പോൾ അവരെന്ത് ചെയ്ത് ഈ ESIലെ കാർഡ് ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിലൊരു കാർഡ്, ആ കാർഡ് എടുത്ത് കൊടുത്തു. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവിൻ്റെ പേര് രാമകൃഷ്ണാചാര്യ എന്നാണ്. അത് അവിടെ രേഖപ്പെട്ടു. അതായത് മരിച്ചുപോയ ആദ്യത്തെ ഭർത്താവിന്റെ പേര് ESI കാർഡിനകത്ത് ഉണ്ടായിരുന്നു. ഒരു അന്ത്യപ്പിസിലേക്ക് ചേരുമ്പോൾ കാർഡ് വരില്ലേ, ESI കാർഡ്, അതിനകത്ത് പേര് രാമകൃഷ്ണാചാര്യയുടെ പേരായിരുന്നു. അതെനിക്ക് രേഖപ്പെടുത്തി. അമ്മ ശ്രദ്ധിച്ചു. അപ്പോൾ തിരിച്ചറി കാർഡിലും ഇതിലൊക്കെ എൻ്റെ ഇതിനകത്ത് നടക്കുന്ന മൊത്തം രാമകൃഷ്ണാചാര്യ കൃഷ്ണൻ നായരുടെ പേരല്ല. അത് മാറ്റാൻ വേണ്ടി എനിക്കൊരു മോഹം, സ്വത്തിനോടൊന്നും താല്പര്യമില്ല. പക്ഷേ ജയന്റെ മകൻ കൃഷ്ണൻ നായർ, ജയനല്ല കൃഷ്ണൻ നായർ എന്ന പേര് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് വരണമെന്ന് എനിക്കൊരു മോഹം. ആ മോഹത്തിനുണ്ട്. പക്ഷെ അതിനൊന്നും സത്യത്തിൽ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാതിരുന്നതാണ് ഇവരാണ് എന്നെ പിടിച്ചിറക്കിയത്. ഞാൻ ഒന്നിനും പോയിട്ടില്ല. ഈ കുട്ടികളൊക്കെ ഈ ആദിത്യം എന്ന് പറഞ്ഞ പയ്യനൊക്കെ എന്നെ റോട്ടേജ് കാണുമ്പം റോഡിൻ്റെ അപ്പുറത്തൂടെ പോകുന്ന ആദിത്യൻ്റെ ഇപ്പുറത്ത് വന്ന് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. വീട്ടിലെ വിശേഷങ്ങൾ കഴിഞ്ഞ് ഭയങ്കര സ്നേഹം. പിന്നെ ഒരു പെങ്ങള് കൊച്ചെന്ന് പറയുന്ന കൊച്ച്, ആദിത്യൻ്റെ പെങ്ങള്. ആ പെങ്ങള് റോട്ടിൽ വെച്ച് കാണുമ്പോഴത്തേക്ക് ഞാൻ ചുണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങളടുത്ത് ചോദിക്കുന്നത്, ലക്ഷ്മി മോളാണോ? കാര്യം നമ്മളിൽ നിന്നും ഇത് മറ്റൊരാൾ കേട്ട്
അവർക്ക് ഒരു പേരുദോഷവും നാണക്കേടും ഒന്നും വരുത്തണ്ട. നമ്മളിങ്ങനെ ഒരു ജന്മം ആയിപ്പോയി, ഓക്കെ, അത് നമ്മുടെ വിധി. പക്ഷെ അവരെ റോട്ടിൽ വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നാട്ടുകാർ പറയുന്നു ആങ്ങളെയും പെങ്ങളെ നിന്ന് സംസാരിക്കുന്നൊക്കെ പറയും. അത് വരാതിരിക്കാൻ ചുണ്ടുകൊണ്ട് ചോദിക്കും, മറ്റൊരാളും കേൾക്കാതെ ലക്ഷ്മി മോളാണോ, അപ്പോൾ ആണെന്ന് പറഞ്ഞ് സംസാരിക്കും. റോട്ടിലേക്ക് വെച്ച് അങ്ങനെ കാണത്തില്ല, ദൂരേക്ക് വെച്ച് ഞാൻ ചോദിക്കും. കാര്യം ഇവരെ ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങളും വർഷങ്ങൾ കഴിയുമ്പോൾ മുഖത്തൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ റോട്ടിൽ വെച്ച് കാണുന്ന ഒരു മോഹം ചേട്ടൻ എന്ന നിലയിൽ, അപ്പോൾ പെങ്ങൾ എന്ന നിലയിൽ ഞാനൊക്കെ നോക്കും. ഇപ്പം ഞാൻ പറയുന്ന ആ കൊച്ചിന് എൻ്റെ പെങ്ങളെയല്ല, ഇനി ഒരിക്കലും ഒരു സ്ഥലത്ത് പോലും നമ്മൾ ആ കൊച്ചു പെങ്ങളെ തന്നെ അത്രയ്ക്കും മോശമാണ്. അത്രയ്ക്കും നമ്മളെ ഇപ്പോൾ കഴിഞ്ഞ ഒരു മരണച്ചടങ്ങിൽ കണ്ണൻ നായർ മരിച്ചപ്പോൾ അവിടെ വെച്ച് ഇതിൻ്റെ ഈ പെങ്കൊച്ച്, ഈ ലക്ഷ്മി ശ്രീദേവി നായർ എന്ന് പറയുന്ന പെങ്കൊച്ചിൻ്റെ റിയൽ ക്യാരക്ടർ ഞാൻ അവിടെ വെച്ച് കണ്ട. എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനം കൊടുത്ത് ഞാൻ കണ്ട ഒരു പെങ്ങളുടെ സ്ഥാനത്ത്. ഇന്ന് മുതലല്ല, അന്ന് ദിവസം പോലും നമ്മൾ അത് ഡിലീറ്റ് ചെയ്ത്, ആ പേര് ഡിലീറ്റ് ചെയ്ത്. ഇപ്പം ഞാൻ പറയേണ്ട അവസരം വരുന്നില്ല. പേര് അത്രയ്ക്കും മോശമായിടാ. ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്ന ഒരു വ്യക്തിയോട് കാണിക്കേണ്ട മര്യാദ ഒന്നും കാണിച്ചില്ല. മുട്ടൻ പ്രശ്നം, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതിൻ്റെ കേസും കാര്യം നടക്കുക. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ ആ കൊച്ചിന് വരുന്ന പറഞ്ഞാൽ ഈ റോട്ടി വെച്ച് കാണുമ്പോൾ ഞാൻ ഈ ആയത്തിനെ കണ്ടാലും ഞാൻ ജസ്റ്റ് ചിരിച്ചങ്ങ് പോകും. പക്ഷേ ആയത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നത് കണ്ണൻ നേരം പറഞ്ഞാൽ മറ്റേ അങ്ങ് എറണാകുളത്താണ്. നമ്മൾ ഇവർക്കൊരു ബുദ്ധിമുട്ടാവാത്ത വിധത്തിൽ നമ്മൾ പോയതാണ്. പക്ഷേ ഞാൻ രംഗപ്രവേശത്ത് വരുന്നത് 2001 അത് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു മോഹം, അച്ഛൻ്റെ പേര് ചേർക്കണമെന്ന് കുഞ്ഞിലേ മുതലൊരാഹം. കാര്യം സ്കൂളിൽ എവിടെ ചെന്നാലും പേരെഴുതുമ്പോൾ അച്ഛൻ്റെ പേരല്ലാത്തൊരു പേര് രാമകൃഷ്ണാചാര്യ എഴുതി ഒപ്പിടുമ്പോൾ എനിക്ക് കൊച്ചിലെ മുതലേ എനിക്കൊരു ഉള്ളിലൊരു വിഷമമാണ്. പക്ഷേ അത് മാറ്റണമെന്നൊരു ആഗ്രഹത്തിൽ ഇരുന്ന സമയത്താണ് 2001 ജയൻ തരംഗം ഉണ്ടാകുന്നത്. ജയൻ തരംഗൻ ടി വിയിൽ ചാനലൊക്കെ എവിടെ നോക്കിയാൽ. അപ്പം ഞാൻ കൊല്ലം കോടതിയിൽ ഒരു ജഡ്ജിയുടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക, ഒരു CJMൻ്റെ കൂടെയൊക്കെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചേ, ഇവിടെ അച്ഛൻ്റെ അമ്മയായിട്ടുള്ളൊരു കേസ് കൊല്ലം കോടതി CJM കിടപ്പുണ്ട്. അപ്പോൾ അമ്മയോട് ചോദിച്ചാൽ ഏത് കോടതി അപ്പോൾ അമ്മ പറഞ്ഞ് ഇന്നടത്ത് ഞാൻ നേരെ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ CJM ആയിട്ട് എനിക്ക് അദ്ദേഹത്തിന് എൻ്റെ ജഡ്ജിയും കൊണ്ട് ഞാൻ ഡ്രൈവിങ് ചെയ്ത് പോയിട്ടുണ്ട്, പരിചയമുണ്ട്. CJM നല്ലൊരു മനുഷ്യനാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഒന്ന് ശ്രമിച്ച് അത് എടുക്കാൻ. അതാണ് ഇത് രംഗത്ത് 2001 അവിടെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു ജോലിക്ക് വന്നത്. അവനടുത്ത് ഞാൻ രഹസ്യമായിട്ട് ഉണ്ടാക്കി, വെളിയിൽ വിടരുത്, നീ അത് രഹസ്യം വേണ്ടി ഇതൊന്ന് സാധിച്ചിടണം. അവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ നേരെ പോയി മാതൃഭൂമി പറഞ്ഞു. മാതൃഭൂമിക്കാരൊന്ന് എൻ്റെ വീട്ടിൽ ഒന്ന് ചോദിച്ചു. പിന്നെ ഒന്നും വയ്യ, ഞാൻ അമ്മയെ കൊണ്ട് പോയി ചോദിച്ചാൽ അങ്ങനെ അമ്മ അടുത്ത് ചോദിച്ചു. ഇവർ പോയി അന്ന് ജീവിച്ചിരുന്ന 2001 അവിടെ തേവള്ളിയിൽ ജീവിച്ചിരുന്ന മുഴുവൻ ആളുകൾക്ക് ചോദിച്ചു. അവർ വന്നത് ബേബിയുടെ മോനാ, ഞങ്ങൾക്കെല്ലാം അറിയാം. പലവട്ടം ചോദിച്ചു എൻ്റെ പല സൈസ് ഫോട്ടോസ് എടുത്ത് അതെല്ലാം കൊണ്ടുപോയി കമ്പ്യൂട്ടറിൽ കയറ്റി അന്നിലെ വിഗ്ഗൊക്കെ മാറ്റി അങ്ങനെയൊക്കെ 100% ഓക്കെ ആയിട്ടാണ് മാതൃഭൂമിയിൽ അവരെൻ്റെ വാർത്ത ഇട്ടത്. അത് കഴിഞ്ഞ് പിന്നെ 2017-18 ആയപ്പോഴത്തെ ഒരു വെല്ലുവിളി വരുന്നു ഒരു പയ്യൻ്റെ, ഒരു അച്ഛൻ്റെ കുടുംബക്കാരൻ ഒരു വെല്ലുവിളി. ഉമാ നായർ വന്നൊരു ഇത് വല്ലിച്ചനാണെന്ന് പറഞ്ഞപ്പം ഈ ആയത്തിൻ്റെ പെങ്ങളും ചേർന്ന് ആ പൊങ്ങച്ചിനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചു. അന്നേരം കൊണ്ട് ഒരു പയ്യൻ, ഇവരൊരു ബന്ധുവാണ്, അവരൊരു കസിനാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അന്നേരം നമ്മൾ പുറത്തൊന്നും വരുന്നില്ല. വന്നിട്ടൊരു വെല്ലുവിളി, ഇനി ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ജയൻ്റെ മകനാണ് ഭാര്യയാണെന്ന് പറഞ്ഞ് വന്നാൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്കൊന്ന് കാണണ്ടേ. ഞാൻ പറഞ്ഞു ഞാനാണ് ജയൻ്റെ മകൻ, ഏതവനാണ് എൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ. അങ്ങനെയാണ് ഞാൻ പിന്നെ രംഗത്ത് വന്നത്. പക്ഷേ അച്ഛൻ വീട്ടുകാർ ഇപ്പോഴും എനിക്കെതിരെ ഒന്നും പറയുന്നില്ല. ജയൻ്റെ മകനാണെന്നോ അല്ലെന്നോ ഇവൻ അങ്ങനെ ഒരു കേസിനും പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ പെങ്കൊച്ചുണ്ട്, ആദ്യത്തിൻ്റെ പെങ്ങൾ, ആ കൊച്ചിപ്പോൾ എൻ്റെ എതിരെ ഒരു പരാതിയൊക്കെ മുഖ്യമന്ത്രി കൊടുത്തിട്ട് മാറിയിരിക്കുക. അതിനെതിരെ ഞാൻ കേസിന് പോകാൻ പോകാം. കാര്യം അവരെന്നെ പരസ്യമായിട്ട് ആക്ഷേപിച്ചു. മുഖ്യമന്ത്രിക്ക് കേസ് എൻ്റെ പേര് കൊടുത്തിട്ട് ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാതെ അതിൻ്റെ ഇതൊക്കെ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അതിൻ്റെ പരാതിയുടെ ഇതൊക്കെ എടുത്ത്. അപ്പോൾ അതിനെതിരെ ഞാൻ കേസ് ഇറങ്ങാൻ പോവാണ്. അതിനെതിരെ കാര്യം ആക്ഷേപമാണത്, പരസ്യമായിട്ട് നമ്മൾ ആക്ഷേപിച്ചാണ്. സിനിമാ നടി സീമയെ ഞാനൊന്ന് ഫോണിൽ കൂടെ ഒന്ന് വിളിച്ചപ്പോൾ നല്ലൊരു പണി കിട്ടി. അതോടെ ഞാൻ പിന്നെ നിർത്തി. ഇവർക്കറിയാം സീമ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അച്ഛനോട് അപരിച്ചപ്പോൾ അച്ഛൻ്റെ വിരലറിയാം, മൂക്കറിയാം, കണ്ണറിയാം, ചുണ്ടറിയാം, പല്ല്, ഇതെല്ലാം ശ്രദ്ധിക്കൂല്ലോ പെണ്ണ്. അപ്പോൾ അവരെന്നെ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കാണുക, എന്നെ കാണുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ. അവർ പറഞ്ഞു ഫോൺ കെട്ടി. DNA കിറ്റ് എൻ്റെ കയ്യിരിപ്പുണ്ട്. കല്യാണം കഴിച്ച് 2 മക്കളുണ്ട്. മൂത്ത മോളാണ്, സെയിം ജയനാണ്. എൻ്റെ അച്ഛനെ പോലെ എൻ്റെ മോള്.